അവിടുന്ന് രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനുമായി അവിടുന്ന് എഴുന്നള്ളുകയാണ്. 7 വിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച അണിഞ്ഞ് വെള്ളോടിന് സദൃശമായ പാദങ്ങളുള്ളവൻ, തീയിലിട്ട് ചുട്ടു പഴുപ്പിച്ച പാദങ്ങളുള്ളവനായി അവിടുന്ന് വരികയാണ്. അവിടുത്തെ കരം നമ്മുടെ ഇടയിലേക്ക് വ്യാപിക്കുകയാണ്. നമുക്ക് വിളിക്കാം, യേശുവേ എന്റെ ജീവിതത്തിലേക്ക് ഇതൊരു അനുഭവമാക്കി തരണമേ. പറഞ്ഞു, യേശുവേ എന്റെ ജീവിതത്തിൽ ഇതിനെ ഒരു അനുഭവമാക്കി തരണമേ. എന്റെ കർത്താവേ, എന്റെ രക്ഷിതാവേ, എന്റെ പൊന്നേശുവേ, എന്നെ തൊടുന്ന നിമിഷമാക്കി സ്വന്തം ലക്ഷ്യമാക്കി ഈ നിമിഷത്തെ മാറ്റണമേ, ഈ നിമിഷത്തെ കാണണമേ. ഞാനൊന്ന് ആള് മാറിയവനെ പോലാകട്ടെ, ഞാനൊന്ന് ആള് മാറിയവനെ പോലാകട്ടെ. എന്റെ ഈശോ മഹത്വത്തിൽ പ്രഭാവമുള്ളവനെ, ഞാനങ്ങേ ആരാധിക്കുന്നു, ഞാനങ്ങേ വണങ്ങുന്നു, ഞാനങ്ങേ മഹത്വപ്പെടുത്തുന്നു, ഞാനങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കാൻ നമുക്ക് മുട്ടിൽമേൽ നിന്നുകൊണ്ട് മാറത്തു പൊൻകച്ചയാണിന്നും ചേർന്നല്ലവർ ചേർന്ന് പാടും. പരമപരിശുദ്ധനായ ദൈവം, പ്രിയമുള്ളവരെ, നമ്മുടെ രക്ഷയാണ് നമ്മൾ ഈ ദിവ്യകാരുണ്യത്തിൽ കാണുന്നത്. നമ്മുടെ ജീവനാണ് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത്. നിനക്കാവശ്യമായ ആയുസ്സും ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യുവാൻ ഇതാ ജീവിക്കുന്ന ദൈവം ഓരപ്പമായി ഈ ആൾത്താരയിലേക്ക് സ്വർഗം ഇറങ്ങി വന്നിരിക്കുന്നു. എൻ്റെ പ്രിയരെ, 2 കരങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിലേക്കൊന്ന് നീട്ടിപ്പിടിക്കുക. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒഴുകുന്ന അത്ഭുതകരമായ ശക്തി, അത്ഭുതകരമായ ദൈവത്തിന്റെ ജീവൻ, അത്ഭുതകരമായ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം ഏറ്റെടുത്ത് കരമുയർത്തി ആദരം തുറന്ന് യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് വിളിക്കുന്നു, യേശുവേ.
നോക്കിയൊന്ന് പാടാമോ? ദിവികാനത്ത് നോക്കി സ്നേഹത്തോടെ പാടുന്നു. എന്നിലാവണം കർത്താവേ, നിന്റെ ആത്മശക്തിക്കായി ദാഹിക്കുന്നു. എന്നിൽ കവിയും രണ്ട് കരം ഉയർത്തി വിളി. ആൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനായവൻ, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും പുകഴ്ചയ്ക്കും യോഗ്യനായ കരങ്ങൾ വീശി കരങ്ങൾ കൂപ്പി പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ അത്ഭുത സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഹൃദയത്തെ ഏറ്റവും ശാന്തമാക്കി ഈശോയോടൊന്ന് ചേർന്ന് നിൽക്കുക പ്രിയരെ. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുക, സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട സ്ത്രീ അവൾ യേശുവിൻ്റെ പുറകെ നടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അവൾക്കൊരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ മകൾ പിശാച് ബാധിതയായിരിക്കും, നീ അവളെ സുഖപ്പെടുത്തണം. യേശു അവളോട് പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അവൾ പറഞ്ഞു, കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ വീഴുന്ന അപ്പക്കഷ്ണം ഭക്ഷിക്കുന്നുണ്ടല്ലോ. ഇത് കേട്ട് യേശു പറഞ്ഞു, ഇതുപോലുള്ളൊരു വിശ്വാസം ഞാൻ ഇസ്രായേലിൽ കണ്ടിട്ടില്ല. നീ ആഗ്രഹിക്കുന്നതെന്തോ അത് നിനക്ക് സംഭവിക്കട്ടെ. പ്രിയമുള്ളവരെ, പരമപരിശുദ്ധനായ കർത്താവിൻ്റെ പിറകെ നടന്ന് ഒരമ്മ മാറത്തടച്ച് നിലവിളിക്കുക. അമ്മ നിലവിളിച്ചത് തൻ്റെ കൊച്ചുമോക്ക് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഓരോ അമ്മയുടെ കണ്ണുനീരിനും മക്കളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയുമെന്ന് വിശുദ്ധ വചനം നിന്നെ ഓർമ്മപ്പെടുത്തുക. ഇത് പറഞ്ഞവൻ്റെ മുമ്പിലാണ് നീ ഇപ്പോൾ മുട്ടിന്മേൽ നിൽക്കുന്നത്. ഈ സമൂഹത്തിൽ മക്കളെക്കുറിച്ച് വ്യസനിക്കുന്നവരില്ലേ? മാതാപിതാക്കളെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോ അമ്മയുടെ കണ്ണുനീരിനും മക്കളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റാൻ പറ്റും. നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള എല്ലാ വേദനകളും സമർപ്പിക്കുക. സക്കീവൂസിന്റെ ഭവനത്തിലേക്ക് യേശു കടന്നു വന്നു. യേശു വരുമ്പോൾ കൂടെ നിൽക്കുന്നവർ പറഞ്ഞു, അങ്ങ് ഒരു പാവിയുടെ വീട്ടിലാണോ അതിഥിയായി പോകുന്നത്? ഇത് സക്കീവൂസ് കേൾക്കുക. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ദരിദ്രരെ അവരെ പറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുക. ഞാൻ ആരെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ സ്വത്തിൻ്റെ 4 ഇരട്ടി, വഞ്ചിച്ചെടുത്തതിൻ്റെ 4 ഇരട്ടി അവർക്ക് കൊടുക്കുക. യേശു പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നു. പ്രിയ സഹോദരങ്ങളെ, ഓരോ പിതാവിനും ഒരു ഉത്തരവാദിത്വമുണ്ട്. ഓരോ കുടുംബനാഥനും യേശുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടവരാ. ഒരമ്മയുടെ കണ്ണുനീരും മക്കളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റുമെങ്കിൽ ഒരപ്പൻ്റെ ഉത്തരവാദിത്തമാണ് നിന്റെ കുടുംബത്തിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത്, നിന്റെ കുടുംബത്തെ രക്ഷയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ആ പരിശുദ്ധനായ കർത്താവിൻ്റെ സന്നിധി
രണ്ട് കരങ്ങളും ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുക. മക്കളെക്കുറിച്ച് സങ്കടപ്പെടുന്ന ഓരോ അമ്മയും നിന്റെ കണ്ണുനീര് ദൈവികാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ ചിന്നിച്ചിതറട്ടെ. മക്കളെ ഓർത്തുള്ള നിന്റെ കണ്ണുനീര് ഈ രാത്രിയിൽ കർത്താവ് കാണട്ടെ. ഓരോ അപ്പനും പ്രാർത്ഥിക്കുക, ഓരോ പിതാവും പ്രാർത്ഥിക്കുക. ദൈവമേ, നീ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരണം കർത്താവേ. അങ്ങ് കടന്നു വരുവാൻ തടസ്സമായുള്ളത് എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ കുടുംബത്തിന് ഈ രാത്രിയിൽ എടുത്തു മാറ്റുവാൻ നീ എന്നെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ആ ദൈവം കടന്നു വരട്ടെ. ആ പരിശുദ്ധന്റെ പരിശുദ്ധി നമ്മുടെ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ വിളിക്കുക, വ്യവനത്തിലേക്ക് യേശുവിനെ വിളിക്കുക, മക്കളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ വിളിക്കുക. ഈശോ, യേശുവേ, എൻ്റെ കർത്താവേ, എൻ്റെ യേശുവേ, അങ്ങ് വരണമേ ഈശോ, അങ്ങ് ഇറങ്ങി വരണമേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ നീ മാത്രമുള്ളൂ പിതാവേ. കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ മാത്രമേ ഉള്ളൂ നീ മാത്രമുള്ളൂ പിതാവേ. രോഗമുള്ളിടത്തേക്ക് കരം വെച്ചുകൊണ്ട് എന്റെ ദൈവമേ നീ മാത്രമുള്ളൂ പിതാവേ. ഒരു കരം നെഞ്ചോട് ചേർത്ത് വലതുകരം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടിക്കൊണ്ട് നെഞ്ചിന്റെ ഉള്ളിലെ എല്ലാ ഗദ്ഗതങ്ങളും എല്ലാ വേദനകളും ഇതാ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിച്ചിട്ട് അതിലേക്ക് കണ്ണു നട്ട് എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന രാത്രിയാക്കി ഈ രാത്രിയെ മാറ്റണമേ. അപ്പമായി തീർന്നവനെ, എൻ്റെ ഉള്ളിൽ വരാൻ അപ്പമായി തീർന്നവനെ, ഇതാ ഒരുപാട് രോഗങ്ങൾ സൗഖ്യമാകുന്നു. ബെൽറ്റ് ഇട്ടുകൊണ്ട് വന്ന് യോ എനിക്ക് ഇരിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്ന പ്രായമുള്ള ഒരു അമ്മയെ ഈശോ ഇപ്പൊ തൊടുന്നു. എന്റെ കഴുത്തുളുക്കി, യോ എന്റെ പെടലിയുടെ വേദന എനിക്ക് അസഹനീയമാണ്, എനിക്ക് തിരിക്കാൻ കഴിയുന്നില്ല. ഒറ്റ വിളി വിളിച്ചോ, യേശുവേ. ആരുമില്ല, ആരുമില്ല കർത്താവേ. അങ്ങല്ലാതെ എനിക്ക് ആരുമില്ല. എന്റെ ദൈവമേ, സൗഖ്യം നൽകണമേ. എന്റെ കർത്താവേ, എന്റെ എല്ലാ സഹനങ്ങളെയും റോസാ പുഷ്പങ്ങളാക്കി മാറ്റുവാൻ എന്റെ മേലേക്ക് കൃപ പകരണമേ. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ
10-11 വചനങ്ങൾ ഞങ്ങൾ കണ്ടതുപോലെ ലോകം മുഴുവനുള്ള സകലർക്കും ഉള്ള സഹനത്തിൽ നിങ്ങൾ പങ്കാളികളാകുമ്പോൾ നിങ്ങളുടെ അപൂർണത മാറുന്നുവെന്നും നിങ്ങൾ പൂർണ്ണത കൈവരിക്കുന്നുവെന്നും നിങ്ങൾ സ്ഥിരീകരിക്കപ്പെടുന്നുവെന്നും അതേ കർത്താവേ, ഞങ്ങൾ ശക്തീകരിക്കപ്പെടുന്നുവെന്നും വിശ്വസിച്ചുകൊണ്ട് ഇതാ ഞങ്ങളുടെ വലതുകരങ്ങളെ നീട്ടി ഞങ്ങളുടെ സഹനങ്ങളെ എല്ലാം ദിവ്യകാരുണ്യ നാഥന്റെ മുമ്പിലേക്ക് ഒരു ബലിയായി, ഒരു തിരുമുൽ കാഴ്ചയായി വെച്ചുകൊണ്ട് ഒറ്റ വിളി വിളിക്കുന്ന യേശുവേ. ഈ രാത്രിയിൽ കരഞ്ഞു തളർന്ന ജീവിതങ്ങളെ ഞങ്ങൾ ഇതാ തിരുമുമ്പിലേക്ക് കൊണ്ടുവരുന്നു. സ്വന്തം കുടുംബത്തിന്റെ പരാജയത്തെ ഓർത്ത് നിലവിളിക്കുന്നവര്, തകർന്നുപോയ കുടുംബത്തെ ഓർത്ത് വ്യസനിക്കുന്നവര്, തകർന്നുപോയ ബന്ധങ്ങളുടെ നൊമ്പരം അനുഭവിക്കുന്നവര് എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. അങ്ങേ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ദൈവമേ. തകർച്ചയുടെ കാരണങ്ങൾ അങ്ങയുടെ മുമ്പിലുണ്ടല്ലോ ഈശോയെ. അങ്ങ് ആ മേഖലയിലേക്ക് കടന്നു വരണമേ. ഹൃദയത്തിൽ സ്നേഹം പെട്ട് നഷ്ടപ്പെട്ട് അകന്നുപോയ ദമ്പതികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ. കുടുംബ സമാധാനം നഷ്ടപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു ദൈവമേ. പരസ്പരം കുത്തുവാക്കുകൾ കൊണ്ട് മുറിവേറ്റ് ജീവിതം നരകതുല്യമാക്കിയ എല്ലാവരെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവരിക കർത്താവേ. അങ്ങേക്കല്ലാതെ മറ്റാർക്കും അവരെ സുഖപ്പെടുത്തുവാൻ പറ്റില്ല. ജീവിതം നിറയെ പരുക്കുകളാണ് ദൈവമേ. ജീവിതം നിറയെ സങ്കടമാണ് കർത്താവേ. ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല. എല്ലാവരെയും വെറുത്തുപോയി ദൈവമേ. ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളും നമുക്ക് ദിവികാരൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. യേശു കണ്ണീർ പൊഴിച്ചു. യോഹന്നാന്റെ സുവിശേഷം 11:35 നമ്മൾ കാണുകയാണ്. ഒരു വിഷമം കാണുമ്പോൾ, ഒരു സങ്കടം കാണുമ്പോൾ, ഒരു മനുഷ്യൻ്റെ വേദന കാണുമ്പോൾ ആ ദൈവ കണ്ണുനീർ പൊഴിക്കുന്ന ദൈവമാണ് നിന്റെ യേശു. അവൻ്റെ സന്നിധിയിൽ നിനക്ക് ആശ്വാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബജീവിതത്തിലെ എല്ലാ പരാജയങ്ങളെയും നൊമ്പരങ്ങളെയും കൈപ്പേറിയ അനുഭവങ്ങളെയും ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. അതേ, നീ കരയുമ്പോൾ നിന്റെ കൂടെ ഇരുന്ന് കണ്ണീർ പൊഴിക്കുന്ന യേശു നിന്റെ സങ്കടങ്ങൾ എടുത്തു നീക്കും. നിന്റെ കണ്ണുനീർ അവൻ തുടച്ചു നീക്കും. അവൻ്റെ സമാധാനം കൊണ്ട് നിന്റെ ഹൃദയത്തെ നിറയ്ക്കും. രണ്ട് കരങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിലേക്കൊന്ന് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഹൃദയം നുറങ്ങി അതരം തുറന്ന് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ഈശോയെ, കരയുന്നവരുടെ കണ്ണുനീര് നീ തുടയ്ക്കണമേ. ഓരോ മകനോടും മകളോട് ചോദിക്കണമേ, എന്തിനാ നീ കരയുന്നത്? ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കേറെ സ്നേഹത്തോടെ പരിശുദ്ധ കത്തോലിക്ക സഭയെ ദൈവകരങ്ങളിത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 5 ലക്ഷത്തിലധികം വരുന്ന വൈദികരെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. 7 ലക്ഷത്തിലധികം വരുന്ന സന്യസ്തരെ ഈ രാത്രിയിൽ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ മുമ്പിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. പൗരോഹിത്യവും സന്യാസ ജീവിതവും വലിയ വെല്ലുവിളികളോടെ കടന്നു പോകുന്നൊരു കാലഘട്ടമാണ്. നിരന്തര മാധ്യമ വിചാരണയുടെ മുമ്പിൽ സഭ വേദനിക്കുകയും മുറിവേൽക്കുകയും ചെയ്യുന്നൊരു നാളുകളിലൂടെയാണ് കടന്നു പോകുന്നത്. സഭയിലുള്ള എല്ലാ അന്തഃഛിദ്രങ്ങളെയും നമുക്ക് സമർപ്പിക്കാം.
യേശുവിൻ്റെ ഭൗതിക ശരീരമായ സഭ വേദനിക്കുന്നോർത്തു സഭാ മക്കളായ നമുക്ക് കണ്ണീരോടെ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ ഉത്തരവാദിത്വം വരമേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ വൈദികരെയും സന്യസ്തരെയും നമുക്ക് ദിവികാരൻ്റെ സന്നദ്ധിയിലേക്ക് കൊടുക്കാം. നാഥൻ്റെ ആഹ്വാനം കേട്ട് അവന് വേണ്ടി ജീവിതം സമർപ്പിച്ച് വ്യക്തിപരമായ ഒരു ജീവിതം വേണ്ട എന്ന തീരുമാനമെടുത്ത് ദൈവത്തിനും ദൈവജനത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട എല്ലാ വൈദികരെയും സന്യസ്തരെയും ഈ രാത്രി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. അവർ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ, വെല്ലുവിളികളുടെ അനുഭവങ്ങൾ എല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ദൈവമേ എല്ലാ വൈദികരെയും സന്യസ്തരെയും അനുഗ്രഹിക്കണമേ. സഭയിൽ ഒരു പുതിയ പന്തക്കോസ്തായുടെ അനുഭവം നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനം സഭയെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ആഗ്രഹിച്ച് രണ്ട് കരമുയർത്തി ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 കറയില്ലാത്തൊരു കുഞ്ഞാടി, രക്തത്തിൻ വിലയാണു സഭ. ആ സഭയുടെ മകനായി ജനിക്കുവാൻ കൃപ നേടിയതാണെൻ സൗഭാഗ്യം. കറയില്ലാത്തൊരു കുഞ്ഞാടി, രക്തത്തിൻ വിലയാണു സഭ. ആ സഭയുടെ മകനായി ജനിക്കുവാൻ കൃപ നേടിയതാണെൻ സൗഭാഗ്യം. സ്വർഗം വിതറും സൗന്ദര്യത്തിൽ കറയില്ലാതെ വിളങ്ങിടുവാൻ ആദി മുതൽക്കുന്നതുപോലെന്നും സഭയെ നയിക്കണേ ആത്മാവേ. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോ സഭയെ കാക്കും കാവലാളായ എന്നെ മാറ്റണമേ. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോ സഭയെ കാക്കും കാവലാളായ എന്നെ മാറ്റണമേ. പ്രിയമുള്ളവരെ, നമുക്കേറെ സ്നേഹത്തോടെ ഈ നൈറ്റ് വിജയ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളുടെ നിയോഗങ്ങളെയും ദിവികാരൻ്റെ സന്നദ്ധിയെ നമുക്ക് സമർപ്പിക്കാം. ഈ നാളുകളിൽ ധാരാളം കത്തുകൾ ഇങ്ങോട്ട് കടന്നു വന്നിട്ടുണ്ട്. തിരുമേലുകളിലൂടെയും SMS-ലൂടെയും വാട്സപ്പിലൂടെയും ഫോണുകളിലൂടെയും ധാരാളം മക്കൾ അവരുടെ പ്രാർത്ഥനാ നിയോഗം അറിയിച്ച് ഈ രാത്രിയിൽ കർത്താവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി ഉണർവോടെ കാത്തിരിക്കുന്നു. നമുക്ക് അവരുടെ വേദനകൾ ഏറ്റെടുക്കാം. അവരുടെ കണ്ണുനീര് നമ്മുടെ സ്വന്തം കണ്ണുനീരായി മാറട്ടെ. അവരുടെ ഓരോ ആവശ്യങ്ങളും നമ്മുടെ നിയോഗമായി മാറട്ടെ. നമുക്ക് അവരെല്ലാവരെയും സമർപ്പിക്കാം. ധാരാളം മക്കൾ വലിയ പ്രതിസന്ധിയിലൂടെ ഈ കാലഘട്ടങ്ങളിൽ കടന്നു പോകുന്നു. ധാരാളം മക്കൾ രോഗപീഠയ്ക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒത്തിരി കുടുംബങ്ങളിൽ സമ്പത്ത് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. മക്കളുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുള്ളവരും അവരുടെ പഠന മേഖലയെ ഓർത്ത് ഭാവി ജീവിതത്തെ ഓർത്ത് സങ്കടപ്പെട്ടവരും പ്രാർത്ഥന ചോദിച്ചവരും ധാരാളം മക്കളുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, വിവാഹ തടസ്സമുള്ളവർ, അനേക വർഷത്തെ പഠനത്തിന് ശേഷം നല്ലൊരു ജോലിയിലേക്ക് ഇനി എത്തിപ്പെടാൻ പറ്റാത്തവർ, നല്ലൊരു ഭവനമില്ലാത്തവർ, കടഭാരത്തിൽ തകർന്നു പോയ ജീവിതങ്ങൾ, സമാധാനമില്ലാത്ത വ്യക്തികളും കുടുംബങ്ങളും എല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങൾ കൊടുക്കാം. ഈശോയെ, ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.
ദിവ്യകാരുണ്യത്തിൽ നിന്നുള്ള അത്ഭുത ശക്തി അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഓരോ ജീവിതങ്ങളിലേക്ക് ഒഴുകിയെത്തട്ടെ കർത്താവേ. ഓരോ ജീവിതങ്ങളെ കൂടെ തൊടണമേ. നമ്മുടെ നിയോഗങ്ങളും നമുക്ക് കർത്താവിൻ്റെ സന്നിധി കൊടുക്കാം. നമ്മുടെ നിയോഗങ്ങളും ഇപ്പോൾ ഈശോയുടെ മുമ്പിലേക്ക് ഇറക്കി വെക്കാം. എല്ലാ ഭാരങ്ങളും വഹിക്കുവാൻ സന്നദ്ധനായവൻ ഇതാ ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്നു. അവൻ്റെ സന്നദ്ധിയിലേക്ക് എല്ലാവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് വലതുകരം ദിവ്യകാരുണ്യ സന്നദ്ധിയിലേക്കൊന്ന് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആശ്രയിക്കുവാനും ശരണം വെക്കുവാനും അങ്ങല്ലാതെ മറ്റാരുമില്ലല്ലോ ഈശോയെ. എല്ലാ നിയോഗങ്ങളും ഇതാ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ കാരുണ്യം ഇന്ന് അവിടെ കരകവിഞ്ഞൊഴുകട്ടെ കർത്താവേ. അങ്ങയുടെ സ്നേഹ സ്പർശനം കടന്നു വരട്ടെ യേശുവേ. നന്ദി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, എൻ യേശുവേ, നീ മാത്രമെൻ സഹായം. ദിവ്യകാരുണ്യത്തിൽ നോക്കുന്ന പാടാമോ? യേശുവേ, 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 നീ മാത്രം, നീ മാത്രമെൻ സഹായം. നീ മാത്രമെൻ സഹായം. ഏറെ സ്നേഹത്തോടെ ഷാലോം മിനിസ്ട്രിയെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. ആഗോളമായിട്ടുള്ള ഈ മിനിസ്ട്രിയും അതിനെല്ലാ ശുശ്രൂഷകളെ സമർപ്പിക്കാം. ദൈവവചന ലോകത്തിൻ്റെ അതിർത്തികളിൽ എത്തിക്കുവാൻ ഷാലോം ടെലിവിഷനിലൂടെയും മാധ്യമങ്ങളിലൂടെയും എല്ലാ നവയുഗ മാധ്യമങ്ങളിലൂടെ സുവിശേഷം കൊടുക്കുവാനുള്ള പരിശ്രമങ്ങളെ ദൈവകരങ്ങളിൽ ആശീർവാദത്തിനായി നമുക്ക് സമർപ്പിക്കാം. ഇന്ന് നാം കേട്ടതുപോലെ ദൈവം വലിയ പദ്ധതികൾ ഷാലോം മിനിസ്ട്രിയെക്കുറിച്ച് വിഭാവനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ അതിൻ്റെതായിട്ടുള്ള പൂർണ്ണമായ തോതിൽ ഈ നാളുകളിൽ യാഥാർത്ഥ്യമാകണം. ധാരാളം ആത്മാക്കളെ സ്വർഗത്തിന് വേണ്ടി നേടുന്ന അത്ഭുതകരമായ അഭിഷേകം മിനിസ്ട്രിയിൽ നിറയണം. ദൈവജനത്തിനെപ്പോഴും കടന്നു വന്ന് ആശ്വാസം കണ്ടെത്തുവാൻ, ദൈവാരാധനയിൽ വ്യാപരിക്കുവാനുള്ള അഭിഷേക സെൻറ്ററുകൾ ഈ നാളുകളിൽ ഈ മിനിസ്ട്രിയിലൂടെ ലോകമെമ്പാടും ഉയർന്നു വരണം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് രണ്ട് കരങ്ങളും ഉയർത്താം. ശാലോമിൻ്റെ നേതൃത്വത്തെ സമർപ്പിക്കാം. എല്ലാ ശുശ്രൂഷകളെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ, ദൈവം കണ്ട സ്വപ്നങ്ങൾ, ഈ മിനിസ്ട്രിയെക്കുറിച്ച് കർത്താവ് കണ്ട സ്വപ്നങ്ങൾ ഈ നാളുകളിൽ തന്നെ യാഥാർത്ഥ്യമാകുവാൻ ആഗ്രഹിച്ച് രണ്ട് കരമുയർത്തി യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആശ്രയിക്കുന്നു ലോകരക്ഷിതാവിങ്കൽ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആശ്രയിക്കുന്നു ലോകരക്ഷിതാവിങ്കൽ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആശ്രയിക്കുന്നു ലോകരക്ഷിതാവിങ്കൽ. ആദരവോടെ കരം കുപ്പി ദിവ്യകാരുണ്യ ആശീർവാദത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈശോയെ, നീ എന്നെയും എൻ്റെ കുടുംബത്തെയും ആശീർവദിക്കണമേ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കും. അവൻ്റെ മുറിവേറ്റ വാഴ്ത്തപ്പെട്ട കരം ഇന്ന് നമ്മുടെ മേലൊന്ന് ഉയർന്നു താഴണം. ഈശോയെ, നിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഈശോയ്ക്ക് കൊടുക്കുക. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളോടെ ഈശോയ്ക്ക് ചേർത്ത് വെച്ച് കൊടുക്കുക. നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി സമർപ്പിക്കുക. ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ച് ഒരനുഗ്രഹമാക്കി മാറ്റണമേ. പൂർവ്വപിതാക്കന്മാർക്ക് വാഗ്ദാനം ചെയ്ത വാഗ്ദാനം അതെന്നിലും നിറവേറ്റണമേ കർത്താവേ. നിന്നെ ഞാൻ അനുഗ്രഹിച്ചൊരു അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവം,
സകല അനുഗ്രഹങ്ങളുടെ ഉറവിടമായവൻ അവൻ്റെ സന്നിധിയിൽ കണ്ണുകളടച്ച് കൂപ്പിയ കരങ്ങളോടെ ആ അനുഗ്രഹാശീർവാദത്തിന് വേണ്ടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ജീവൻ നൽകുമോരത്വം നീ ഭക്തിനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമത്വം നീ നിത്യമഹോന്നതമത്വം നീ. ജീവൻ നൽകുമോരത്വം നീ ഭക്തിനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമത്വം നീ നിത്യമഹോന്നതമത്വം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ യേശുവേ ഈശോയേ ഈശോയേ പരിശുദ്ധ പരമാദിവികാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിച്ച പരിശുദ്ധ പരമദിവികാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ.